ഓക്കെ. അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഇന്ന് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് എന്തിനാ ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇതുവരെ നമ്മൾ സെറ്റ് ചെയ്ത ബേസ് എന്ന് വെച്ചാൽ ഇവൻച്വലി നൗ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു നമ്മൾ ഫേസ്റ്റ് ഹാക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എൻമാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളെ നെറ്റ്വർക്ക് സ്കാൻ ചെയ്യും. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഞാൻ എൻ്റെ വോയിസ് തന്നെ കേൾക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഡിസ്കണക്ട് ഓഡിയോ. ഓക്കെ, ഓക്കെ. അപ്പം നമ്മൾ എൻമാപ്പ് ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യും. പക്ഷേ ഈ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഐ പി അഡ്രസ്സ് കിട്ടും. ഇപ്പോൾ ഐ പി അഡ്രസ്സ് എന്താണെന്ന് ഒരാൾക്ക് അറിഞ്ഞൂടെങ്കിൽ ദെൻ വാട്ട്സ് എ പോയിന്റ്. ഓക്കെ, അപ്പം ഐ പി അഡ്രസ്സ് എന്താണെന്ന് പഠിച്ചു, നമ്മളെ മാക് അഡ്രസ്സ് എന്താണെന്ന് പഠിച്ചു. അങ്ങനത്തെ തിയറി ചില കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകുള്ളൂ. അപ്പം ഈ ഒരു സെഷനിൽ വിൽ ഹാവ് എ ക്വിക്ക് റീക്യാപ്പ്, ഓക്കെ, ഓഫ് വാട്ട് വി ഡിഡ്. ആൻഡ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ എന്താണ് വേണ്ടത്, കുറച്ച് 2-3-4 കോൺസെപ്റ്റുകളും കൂടി ഇതാക്കിയാൽ ദെൻ നമുക്ക് എന്താണ്, നമ്മൾ വിൻഡോസിലെ ഫസ്റ്റ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നമ്മൾ ചെയ്യാൻ പോവാണ്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഒരു പാസ്വേഡ്, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, ഈ പാസ്വേഡ്സ് ലെറ്റ്സ് സേ ഒരു ഡിജിറ്റേ ഉള്ളൂ, ഒറ്റ ഡിജിറ്റാണ് പാസ്വേഡ് എങ്കിൽ, നമ്പേഴ്സ് മാത്രമായിരിക്കും. ഒരു ഡിജിറ്റ് ആണെങ്കിൽ എത്ര പോസിബിലിറ്റി ഉണ്ട് അത് ആ പാസ്വേഡ് എത്ര 10 10 ഉണ്ടോ? പക്ഷെ 9 അങ്ങനെ 10 എക്സാക്ട്ലി 0-9, എക്സാക്ട്ലി 0-9. ഓക്കെ, 2 ഡിജിറ്റ് ആണ്, എത്ര പോസിബിലിറ്റി ഉണ്ട്? 2 ഡിജിറ്റ് ആണ്, എത്ര പോസിബിലിറ്റി ഉണ്ട്? കമോൺ, നോ. 2 ഡിജിറ്റ് അല്ല, എക്സാക്ട്ലി 00-99. ഓക്കെ, 100 പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ പാസ്വേഡ്സ് ഇപ്പോൾ ലെറ്റ്സ് സേ ഐഫോണിൽ നമുക്കിപ്പം പാസ്വേഡ് 5 പ്രാവശ്യം അടിച്ചാൽ പിന്നെ 1 മിനിറ്റ്, പിന്നെ അടുത്ത പ്രാവശ്യം കൂടി തെറ്റിയാൽ പിന്നെ 5 മിനിറ്റ്, പിന്നെ 10 മിനിറ്റ്, പിന്നെ 1 മണിക്കൂർ, അരമണിക്കൂർ, പിന്നെ 1 മണിക്കൂർ, അങ്ങനെ കയറി പോകും. അപ്പോൾ ഇതെന്തിനാണ് ഈ ഫീച്ചർ എന്ന് വെച്ചാൽ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് നിർത്താനാണ്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ലെറ്റ്സ് സേ 3 ഡിജിറ്റാണ് പാസ്വേഡ്സ് എങ്കിൽ, അല്ല 2 ഡിജിറ്റാണ് പാസ്വേഡ്സ് എങ്കിൽ, അയാൾ 0001020304 എന്ന് അയാൾ മാനുവലി ടൈപ്പ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ പാസ്വേഡ്. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം മെഷീനെ കൊണ്ട് നമ്മൾ അതിനെ ഒറ്റയടിക്ക് പറഞ്ഞ് ട്രൈ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ നമ്മളിപ്പം 00-99 ഈ നമ്പേഴ്സ് എല്ലാം ഒരു ലിസ്റ്റിലാക്കി വെക്കും. എന്നിട്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ഈ ലിസ്റ്റ് കുത്തി കൊടുക്കും. എന്നിട്ട് ഈ ലിസ്റ്റിനെ ഒറ്റയടിക്ക് വിത്തിൻ മില്ലി സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് ട്രൈ ചെയ്യും. ഓക്കെ, ആ ട്രൈ ചെയ്യുന്ന ഈ ലിസ്റ്റിനാണ് നമ്മൾ ഡിക്ഷണറി എന്ന് പറയാം, ഡിക്ഷണറി അറ്റാക്ക്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്യാൻ പോവുക എവിടെയാണ്, നമ്മൾ വിൻഡോസ് 7 നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ്, പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചുകൂടി SSH എന്താണെന്ന് അറിയണം. അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സും കൂടി എളുപ്പമാണ് നമുക്ക് മനസ്സിലായാൽ ദെൻ വി ക്യാൻ ഗോ ഫോർവേഡ്. ഓൾറൈറ്റ്, അപ്പം നമുക്ക് ഈ ഒരു ഹാൻഡ് ബുക്ക്, സ്റ്റുഡൻറ്റ് ഹാൻഡ് ബുക്ക്, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ചെക്ക്. ഓക്കെ, ലെറ്റ്സ് റീഡ്. ഇന്ന് തിയറി ബേസ്ഡ് ക്ലാസ് ആയിരിക്കും. നമ്മൾ കാലിൽ നെക്സ്റ്റ് ഒന്നും എടുക്കുന്നില്ല. ഐ നോ ഇറ്റ്സ് ബോറിംഗ്, ബട്ട് പ്ലീസ് ബെയർ വിത്ത് മീ. ഓൾറൈറ്റ്, everything today connects back to what you learned in session 2 and session 3. Before we go further, okay, here are 3 mental models you need to load. Loaded up. Okay, ആദ്യം ഐ പി അഡ്രസ്. ഐ പി അഡ്രസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രീറ്റ് അഡ്രസ്സാണ്. നമ്മുടെ നാട്ടിലേക്കല്ല, സ്ട്രീറ്റ്, ഇപ്പം ഉദാഹരണത്തിന് SS റോഡ്, അല്ലെങ്കിൽ ഇബിന് ഫാരിസ് റോഡ്, ഇബിന് ഫാരിസ് സ്ട്രീറ്റ്, ഓക്കെ, മാവൂർ റോഡ്. ഓക്കെ, അപ്പം അതിൻ്റെ പണി എന്ന് വെച്ചാൽ റോഡല്ല, സോറി, നമ്മുടെ വീട്ടിലേക്ക്, ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തിക്കലാണ്. പക്ഷെ വീട്ടിൽ ഇത് ആർക്കെത്തണം, ഓക്കെ, ഏത് റൂമിൽ ആൾക്കെത്തണം, അവിടെയാണ് രണ്ടാമത്തെ കാര്യം വരുന്നത്, എന്ത്, പോർട്ട് നമ്പർ. The flat number inside that building, it tells the machine which service to hand the data to. Port 80 is web servers flat. Port 22 is the SSH service flat. 443 is HTTPS. There are 65,535 possible ports. That is 65,535 possible flats in the building. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ 65,000-ൽ പരം പോർട്ടുകളുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ബിൽഡിംഗായി സങ്കല്പിച്ചാൽ, ഉദാഹരണത്തിന് അതിൻ്റെ അകത്ത് 65,000 ഫ്ലാറ്റുകളുണ്ട്. അപ്പോൾ ഓരോ ഫ്ലാറ്റും ഓരോ പണിയെടുക്കുന്ന ആളുകളാണ്. ഓക്കെ, അപ്പം അതിന് നമ്മളിപ്പം വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നതാണെങ്കിൽ ഏതാണ് അത്, പോർട്ട് 80 ആളുകൾക്കാണ്, 80 ആളായിട്ടാണ് കണക്ട് ചെയ്യുക.
ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ടോ പോർട്ട്? കാരണം എനിക്ക് സൈബർ സെക്യൂരിറ്റി പഠിക്കുന്ന ടൈമിൽ ഈ പോർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. പോർട്ടിംഗ് ഒക്കെ മനസ്സിലായിട്ടില്ലെങ്കിൽ യു കൻ ആസ്ക് മീ ടു റിപ്പീറ്റ്, ഐ കൻ ഡു ദാറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ ടിൽ നൗ? ഐ നീഡ് എല്ലാവരും എൻ്റെ അകത്തുള്ള എല്ലാവരും ഐ നീഡ് യെസ് റിപ്പീറ്റ്. ഗുഡ്, ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ യു ഷുഡ് ബി. അതായത് നമ്മളെ നെറ്റ്വർക്ക് ഇപ്പം നിങ്ങൾ പി സിയിൽ നിന്ന് നിങ്ങൾ ഒരു റിക്വസ്റ്റ് ഗൂഗിളിലേക്ക് അയച്ചു. ഓക്കെ, അപ്പം നിങ്ങൾ ലെറ്റ് മീ നോട്ട് സേ ലൈക്ക് ദാറ്റ്. ഓക്കെ, ഒരു വീട്ടിൽ 5 റൂമുണ്ട്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് ഇതല്ല. ഓക്കെ ഓക്കെ, ഇതൊരു വീട്. ഓക്കെ, അപ്പോൾ ഈ വീട്ടിൽ 5 റൂമുണ്ട്. ഓക്കെ, 1 2 3 4 5. ഓക്കെ, 5 റൂമുണ്ട്. അപ്പോൾ ഈ റൂമിലുള്ള ആളുടെ പണി എന്താണ്? അയാളുടെ പണി ലെറ്റ്സ് സേ പ്ലംബിംഗ് ആണ്. ഓക്കെ, ഇയാളുടെ പണി പ്ലംബിംഗ് ആണ്. ഇയാളുടെ പണി വെൽഡിംഗ് ആണ്. ഓക്കെ, ഇയാളുടെ പണി സ്റ്റിച്ചിങ് ആണ്. ഓക്കെ, ഇയാളുടെ പണി വേറൊരു പണി പറ, വെൽഡിങ്, സ്റ്റിച്ചിങ്, അങ്ങനത്തെ എന്തെങ്കിലും. ഓക്കെ, ഇയാൾ ഇലക്ട്രീഷ്യനാണ്. ഓക്കെ, ഇയാളൊരു അങ്ങനത്തെ വേറൊരു പണി പറയൂ. ഇലക്ട്രീഷ്യൻ, സ്റ്റിച്ചിങ്, ഒരു പണി പറ. അങ്ങനത്തെ ഒരു ഇയാളൊരു കാർപ്പൻ്ററാണ്. ഓക്കെ, ലെറ്റ്സ് സേ കാർപ്പൻ്ററാണ്. ഓക്കെ, ഒരു കാർപ്പൻ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു ടൂൾസ് ഷോപ്പിലേക്ക്, ഓക്കെ, ഇതൊരു ടൂൾസ് ഷോപ്പാണ്. ഓക്കെ, ടൂൾസ് ഷോപ്പിലേക്ക് എന്ത് ചെയ്യും, ഒരു ഓർഡർ പോകും. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ പോയിട്ട് ഇവിടുന്ന് ഡെലിവറി ഇവരെന്ത് ചെയ്യും, ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഈ ഏത് വീട്ടിലേക്ക് അയക്കണം, വീടിൻ്റെ അഡ്രസ്സില്ലേ, ഈ അഡ്രസ്സിനാണ് നമ്മൾ IP അഡ്രസ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവർ ഉദാഹരണത്തിന് മരം മുറിക്കാനുള്ള ആക്സ് ആണ് ഓർഡർ ചെയ്തെങ്കിൽ ഇതിൻ്റെ അകത്ത് ആരൊക്കെ ആയിരിക്കും, ഏത് റൂമിലേക്കായിരിക്കും പോകേണ്ടത്? റൂം 1 2 3 4 5. ഏത് റൂമിലേക്കായിരിക്കും പോകേണ്ടത്? എക്സാക്ട്ലി റൂം നമ്പർ 5. ഓക്കെ, കാരണം ഈ റിക്വസ്റ്റ് വിട്ടത് ആരാണ്? ഈ ഫിഫ്ത്ത് റൂമിലെ ആൾക്കാണ് ഇത് കിട്ടേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആണോ? അതായത് അതിനാണ് നമ്മൾ പോർട്ട് നമ്പർ എന്ന് പറയാം. അപ്പം നമ്മളെ PC അല്ലെ നമ്മളെ കമ്പ്യൂട്ടർ ചെയ്യുന്ന ഓരോ സർവീസസിനും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യണം. അതിന് എന്താണ്, ഒരു പോർട്ട് നമ്പറാണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഹാസ് എ മെഷീൻ സർവീസ് ടു ഹാൻഡ് ദ ഡേറ്റ ടു. ഓക്കെ, പോർട്ട് 80 എന്ന് പറയുന്നത് വെബ് സെർവറിൻ്റെ ഫ്ലാറ്റ് ആണ്. 82 എന്ന് പറയുന്നത് SSH ആണ്. അതെന്താ നിങ്ങൾക്ക് പറയേണ്ട, പക്ഷെ അത് വേറൊരു സർവീസാണ്. ഓക്കെ, SSH എന്ന് വെച്ചാൽ നമ്മൾ വേറെ മെഷീനെ ഹാക്ക് ചെയ്യാൻ നമ്മൾ ആ മെഷീനിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെക്യൂർ ഷെല്ലാണ്. ഓക്കെ, അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റൂം നമ്പർ 22. ഓക്കെ, HTTPS നമ്മൾ വെബ്സൈറ്റുകളിലേക്ക് കണക്ട് ചെയ്യുന്നില്ലേ, അത് 443ലാണ്. ഓക്കെ, അപ്പം വ്യത്യസ്ത പോർട്ടുകൾ വ്യത്യസ്ത സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഇത് എന്തിനാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ലെറ്റ്സ് ഗോ ബാക്ക്. ഓക്കെ, അപ്പം ഈ ഒരു സിനാരിയോയിൽ ഈ ഒരു റൂമായി മാത്രമാണ് തുറന്നിരിക്കേണ്ടത്. ഓക്കെ, റൂം തുറന്നാൽ റൂം തുറന്ന് ആവശ്യം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യണം. പക്ഷേ ഒരു ചങ്ങായി, ഈ വെൽഡിങ്ങിൻ്റെ ചങ്ങായി എന്ത് ചെയ്തു, അയാൾ എപ്പോഴും അയാളുടെ റൂം തുറന്നു വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അയാൾ അറിയാണ്ട് റൂം തുറന്നു വെച്ചാൽ എന്താണ്, ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇയാളുടെ റൂം എപ്പോഴും ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇത് കള്ളനാണ് കേട്ടോ. ഈ കള്ളൻ എന്ത് ചെയ്യാം, ഈ കള്ളന് ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കും. ഓക്കെ, എത്തി നോക്കിയിട്ട് നോക്കും, ഓക്കെ എല്ലാവരുടെ റൂമും ക്ലോസ് ആണ്, പക്ഷേ റൂം നമ്പർ 3 ഓപ്പൺ ആണ്. എനിക്ക് ഈ വീട്ടിലേക്ക് എന്താണ് റൂം, ഓക്കെ ലെറ്റ്സ് സേ ഈ വീടിന് അങ്ങനെയല്ല, വീടിന് 5 ഡോർ ഉണ്ട് എന്ന് വെച്ചോ. ഓക്കെ, 5 എൻട്രൻസുകളാണെന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഓക്കെ റൂം, ഓക്കെ 5 എൻട്രൻസുകളാണ്. അപ്പം ഈ ഡോർ നമ്പർ 3 ഇയാൾ തുറന്നു വെച്ചിട്ടുണ്ട്, ഇയാളുടെ ആവശ്യം കഴിഞ്ഞു, പക്ഷെ അയാൾ ഡോറ് ഓപ്പൺ ആണ്. അപ്പം എനിക്ക് ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഏത് ഡോറിലൂടെ കയറാം, ഡോർ നമ്പർ 3ൻ്റെ ഉള്ളിലേക്ക് കൂടി ആക്സസ് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ Nmap എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ വൈഫൈയിലുള്ള
ഇപ്പം ഉദാഹരണത്തിന് ഒരുപാട് ഡിവൈസസ് കണക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ ഒരുപാട് ഡിവൈസസിനെ നമ്മൾ എന്ത് ചെയ്യും? സ്കാൻ ചെയ്യും. ഈ സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഏതൊക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് വീടുകൾ കിട്ടും. ഓക്കെ, നമ്മളുടെ ഇപ്പം സിസ്റ്ററിൻ്റെ ഡിവൈസ് ഒരു വീടായിട്ട് പരിഗണിക്കാം, നമ്മളെ ബ്രദറിൻ്റെ ഡിവൈസ് ഒരു വീടായിട്ട് പരിഗണിക്കാം. അങ്ങനെ ഒരുപാട് വീടുകൾ കിട്ടും. അപ്പോൾ ആ വീടുകളിലേക്ക് ഉള്ളിൽ കയറാൻ നമുക്ക് ഏതെങ്കിലും ഒരു ഡോർ അവരറിയാതെ തുറന്നു വെച്ച് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ടെക്നിക്കലി പറയുന്നതാണ് പോർട്ട് സ്കാനിങ്. പോർട്ടുകൾ നമ്മൾ സ്കാൻ ചെയ്യാണ്. സിസ്റ്റേഴ്സ് തന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇസ് ഇറ്റ് ക്ലിയർ? അതായത് നമ്മൾ പി സിയിൽ ഓരോ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ അതായത് ഓരോ പോർട്ടുകളുണ്ട്. 65,000 പകരം 65K പോർട്ടുകളുണ്ട്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തിയറി ആകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, നൗ ദ ബൗൺസർ. A firewall is a bouncer at the entrance. It checks every arriving packet against a rule set. If the packet is on the guest list, it gets through. If not, the bouncer either drops it, silently throws the packet away, no response, the sender never hears back, rejects it, sends back an error saying you are not getting in, the sender knows they were blocked. അതായത് നമ്മൾ ഓക്കെ, ഇനി ഇതേ എക്സാമ്പിളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇതേ എക്സാമ്പിളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ വീട്ടിൽ ആർക്കും ഈ ടൂൾസ് ഡെലിവറി ബോയിന് ഇങ്ങനെ കയറി പോകാൻ പറ്റാണ്ട്, ഇപ്പോൾ ഡെലിവറി ബോയിന് നേരെ റൂം 5 റൂം 5 ആണിത് ചോദിച്ചതെങ്കിലും കയറി പോകാണ്ട് നിൽക്കാൻ ഇവിടെ ഒരു പോലീസുകാരൻ. ഓക്കെ, അയാൾക്ക് മീശ വരച്ചു കൊടുക്കാം, താടിയും കണ്ണു മൂക്കി ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പം തൊപ്പിയോ, ഞാൻ തൊപ്പി വരയ്ക്കാം. ഇതൊരു പോലീസാണ്, ഇതൊരു സെക്യൂരിറ്റിയാണ്. forgive my drawing skills. ഓക്കെ, അപ്പം ഈ സെക്യൂരിറ്റി ഗാർഡിലേക്ക് ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ ഫസ്റ്റ് ഈ സെക്യൂരിറ്റി ഗാർഡ് വഴി പോകണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫയർവാൾ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പം നമ്മൾ വീട്ടിലൊക്കെ അപ്പം ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു ഫയർവാൾ സെറ്റ് ചെയ്യാം. ആ ഫയർവാൾ എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ നിന്ന് എന്ത് പാക്കറ്റ് വന്നാലും ഫസ്റ്റ് ആ ഫയർവാൾ ഇങ്ങനെ എടുത്ത് നോക്കും. ഓക്കെ, നിനക്ക് പോകാം, ഇല്ല നിനക്ക് പറ്റൂല, അങ്ങനെ ഫയർവാൾ. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പം എറേഴ്സ് വരില്ലേ ചില ഫയർവാൾ തട്ടുമ്പം. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ് ബ്ലോക്ക് ചെയ്ത ഏതെങ്കിലും സൈറ്റ് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളോട് പറഞ്ഞു തരും, ഓക്കെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബ്ലോക്ക് ചെയ്ത വെബ്സൈറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം അത് ഓക്കെ ആണോ? നിങ്ങൾക്ക് വേണേൽ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഒരു വെബ്സൈറ്റാണ്, pentester.com. ഓക്കെ, ഞങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീൻ ഷെയർ, ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഷെയർ. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു വെബ്സൈറ്റ് കാണുന്നുണ്ടോ? ഇത് pentester.com എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് ഇന്ത്യയിൽ കിട്ടൂല. ഓക്കെ, അപ്പം ഈ ഒരു വെബ്സൈറ്റിൽ ഫയർവാൾ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, അതും ക്ലിയർ ആണോ? എന്താണ് ഫയർവാൾ എന്നുള്ള ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ പോർട്സ് IP അഡ്രസ് പഠിച്ചു, പോർട്സ് പഠിച്ചു, ഫയർവാൾ പഠിച്ചു. ലെറ്റ് മീ ജസ്റ്റ് സ്റ്റോപ്പ് ദ സ്ക്രീൻ ഷെയർ. Can I get yes? നിങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ you can ask me to repeat. I'll be more than happy to repeat. ഫയർവാൾ എന്ന് വെച്ചാൽ ആര് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരാൾ. Okay, I got 3 yeses. Brother Fahim. Okay, good. Okay. ഇനി അടുത്ത കാര്യം, the postal system. Okay, TCP and UDP. TCP is certified mail. You send a letter, the recipient signs for it, you get confirmation. If page arrives out of order, they are reassembled correctly, slower but reliable. നമ്മളിത് പഠിച്ചിരുന്നു. അതായത് നമ്മൾ പഠിച്ച എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു നാട്ടിലേക്ക് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, forgive me, ഞാൻ പറയാം. ഒരു നാട്ടിലേക്ക് നമുക്കൊരു ആ നാട്ടിൽ അപ്പുറത്തെ നാട്ടിൽ നമ്മളെ ഫ്രണ്ട് ഉണ്ട്, നമ്മളെ അടുത്തൊരു 1000 പേജുള്ള ബുക്ക് ഉണ്ട്. ഈ നാട്ടിൽ നമുക്ക് ആകെ ഒരു എൻവലപ്പ് വഴി അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ബുക്ക് 1000 പേജസ് നമ്മൾ ഓരോ പേജായിട്ട് ഇങ്ങനെ കയറി നമ്മൾ എന്ത് ചെയ്യും? ഓരോ എൻവലപ്പിൽ ആർക്കാണ് ഇത് പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് അയക്കും. ഇത് ഏത് പേജ് നമ്പറാണെന്ന് അയക്കും. അപ്പോൾ ഫ്രണ്ടിന് ഓരോ പേജസ് ആയിട്ട് കിട്ടും. ഫ്രണ്ട് എന്ത് ചെയ്യും? അങ്ങനെ ചിലപ്പോൾ അവന് ഫസ്റ്റ് കിട്ടിയത് പേജ് നമ്പർ 10 ആയിരിക്കും, പിന്നെ കിട്ടിയത് പേജ് നമ്പർ 2 ആയിരിക്കും, പിന്നെ കിട്ടിയത് പേജ് നമ്പർ 800 ആയിരിക്കും. അപ്പോൾ ആ ഫ്രണ്ട് എല്ലാ പേജ് നമ്പേഴ്സും കിട്ടിയിട്ട് അവന് കറക്റ്റ് ഇത് ഓർഡർ ചെയ്ത് വെച്ചിട്ട്
അവന് തിരിച്ച് ബുക്ക് കിട്ടും. ഓക്കെ, അപ്പം അതുപോലെ ഉള്ളൊരു അതുപോലെ നെറ്റ്വർക്ക് പാക്കറ്റ് ഇങ്ങനെ രണ്ട് ഡിവൈസസ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഡിവൈസും സെർവറും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഇവരുടെ ഇടയിൽ ഇൻറ്റഗ്രിറ്റി, അതായത് ആക്യുറസിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രോട്ടോക്കോളാണ് TCP പ്രോട്ടോക്കോൾ. ഓക്കെ, അപ്പം TCP പ്രോട്ടോക്കോളിന് വേറെ ഒന്നുണ്ട്. TCP പ്രോട്ടോക്കോൾ നമ്മളൊരു കാര്യം കൂടി പഠിക്കും, ട്രിപ്പിൾ ഹാൻഡ് ഷേക്ക് മെത്തേഡ്. അതായത് ഇവിടുന്ന് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും ഞാൻ അവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് അപ്പം ഇവിടുന്ന് ഓക്കെ ഞാൻ അയക്കുന്നുണ്ട്, അപ്പോൾ അവർ അക്നോളജ് ചെയ്യും. അപ്പം 3-way ഹാൻഡ് ഷേക്ക് ആണ് അത്. നിങ്ങൾ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. പക്ഷേ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ TCP പ്രോട്ടോക്കോൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്. ഓക്കെ, അത് ഇൻറ്റഗ്രിറ്റി, എന്താണോ അയക്കുന്നത് ആ ഡാറ്റ ഇൻറ്റഗ്രിറ്റിക്ക് അവർ ഭയങ്കര സ്പെസിഫിക്കലി അതിനാണ് ഇത് ഈ പറഞ്ഞ സ്ലോവർ ബട്ട് റിലയബിൾ ആണ്. ഓക്കെ, ഇവിടെ പറയുന്നത് സ്ലോവർ ബട്ട് റിലയബിൾ. പക്ഷേ UDP ഇസ് ഷൗട്ടിങ് അക്രോസ് എ റൂം, ഫാസ്റ്റ്, നോ കൺഫ്യൂഷൻ, സം വേർഡ്സ് ഗെറ്റ് ലോസ്റ്റ്, യൂസ്ഡ് ബൈ സ്പീഡ് മാറ്റേഴ്സ് മോർ ദാൻ പെർഫെക്ഷൻ, വീഡിയോ കോൾസ്, ലൈവ് സ്ട്രീമിംഗ്, DNS. അപ്പം UDP എന്ന് പറയുന്നത് അത്ര ആക്യുറസി ഒന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് കാര്യം കണ്ടാൽ മതി. കുറച്ചൊരു ഡാറ്റ ലോസ്, ഒരു ക്ലാരിറ്റി കുറവൊന്നും ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് കുഴപ്പമില്ല. ക്ലാരിറ്റി കുറച്ച് കാണിച്ച് കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ വോയിസ് കോൾ ചിലപ്പം ഒരു പറയുന്നതിന് ഡാറ്റ സെക്കൻഡ് കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞിട്ടെ. ഒരു സർജറി, ഒരു അമേരിക്കയിലാണ് അമേരിക്കയിൽ നിന്ന് ഡോക്ടർ ഒരു റോബോട്ടിൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ഡാവിൻസി, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഡാവിൻസി റോബോട്ടൊക്കെ നമ്മുടെ മിംസിലുണ്ടെന്ന് തോന്നുന്നത്. അപ്പം അത് ഉപയോഗിച്ചിട്ട്, നോട്ട് ആൻ മിംസ് ആഡ് ബൈ ദ വേ, അവർ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അവർ ഏത് പ്രോട്ടോക്കോളായിരിക്കും ഉപയോഗിക്കേണ്ടത്? ലെറ്റ്സ് ഈ സ്പെസിഫിക്കലി ഈ 2 എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഉള്ളതെങ്കിൽ നിങ്ങളുടെ അടുത്താണ് ചോദിക്കുന്നത്, സർ നമ്മൾ ഏതാണ് ഉപയോഗിക്കേണ്ടത്, TCP ആണോ UDP ആണോ? ഏതാണ് ഉത്തരം? ഒബ്വിയസ്ലി TCP ആണ്. കാരണം അവിടെ എന്താണ്, അവിടെ ആ റിലയബിലിറ്റി ഡോക്ടർ കുറച്ച് അങ്ങോട്ടായി പോയിട്ടില്ലേ ആയിട്ടുള്ളൂ, പള്ളയല്ലേ പോയി കയറേണ്ടത് മറ്റേ ലിവറായിരുന്നു എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. അവിടെ ഇൻറ്റഗ്രിറ്റി ആണ്. ഓക്കെ, അപ്പം വൈ ദിസ് മാറ്റേഴ്സ്? Nmap uses TCP packets to knock on doors. SSH run over TCP. The brute force attack you will run next session talks with TCP service without understanding TCP. None of the mechanics make sense. You don't have to know that now. Okay, ഞാൻ ഞങ്ങളോട് ഒരു ടൂളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. സിസ്കോ നെറ്റ്വർക്ക് പാക്കറ്റ് ട്രേസറിന് ശേഷം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്. നമ്മൾ ചാറ്റ് ചോദിച്ചു ഞങ്ങൾക്ക് ഒരു ടൂളും കൂടി പറഞ്ഞു തരട്ടെ. ആ ടൂളിൻ്റെ പേര് വയർ ഷാർക്കാണ്. ഓക്കെ, വയർ ഷാർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പാക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന പാക്കറ്റ് ഇൻഡിവിജ്വലി നമുക്ക്, അതായത് ബേസിക്കലി ഞാനുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു പാക്കറ്റാണ്, ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നത് അടുത്ത പാക്കറ്റാണ്. ഓക്കെ, എന്നിട്ട് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് അതൊരു പാക്കറ്റാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ നിർത്തുന്നത് അത് വേറെ പാക്കറ്റാണ്. ഓക്കെ, അപ്പം ഈ പാക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് ഓവർവെൽമിംഗ് ആയി തോന്നുന്നത് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഒരുപാട് തിയറിയാണ്, വിൽ മേക്ക് സെൻസ് വൺസ് വി ഗെറ്റ് എ ഹാൻഡ്സ് ഡേർട്ടി. ഓക്കെ, ആസ് ഓഫ് നൗ ജസ്റ്റ് പ്ലീസ് ബെയർ വിത്ത് മീ. അപ്പം അതിന് വ്യത്യസ്തകരമായിട്ടുള്ള അപ്പോൾ ഈ TCP പ്രോട്ടോക്കോൾ നമ്മൾ പഠിക്കും. നമുക്ക് പാക്കറ്റ് അനാലിസിസ് ചെയ്യാനുള്ള ഒരു ടൂളാണ് വയർ ഷാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, വിൽ ഗെറ്റ് ടു ദാറ്റ് ഇൻഷാല്ലാഹ്. ഓക്കെ, ഇനി വി ആർ ആക്ച്വലി ഗെറ്റിംഗ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യൂല ഇന്ന്, പക്ഷേ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന്. Nmap എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ടൂൾ ഞാൻ ഇവിടെ പറഞ്ഞില്ലേനോ. നിങ്ങൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളൊരു ഡിവൈസ് നമുക്ക് ഹാക്ക് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ McDonald's പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും എയർപോർട്ടിലോ എവിടെയും പോയി, അവിടുത്തെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുന്നത് is it safe or not? Is it the safest or not? Or which is safer, your home Wi-Fi or? Okay, why? What makes it unsafe? Okay, home Wi-Fi is home Wi-Fi home Wi-Fi is more secure. Okay, it's public Wi-Fi. Okay, എന്തുകൊണ്ടത് അൺസേഫ് ആണ്? എന്താ ചോദ്യം? അൺസേഫ് ആണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ അൺസേഫ് ആണെന്ന് പറയുന്നത്? what makes it unsafe? If you don't know, you can say don't know. Nothing will change this. Okay, IP address will be revealed, the data center of the network can be scanned. Exactly. Okay, scanned എന്ന് പറയും. നമുക്ക് ഈ Nmap ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പറയാ, ഒരു പോക്കറ്റ് ഇതിപ്പോൾ എങ്ങനെ പറയാം, നമ്മളുടെ സെയിം റൂമിലുള്ള ആൾക്കല്ലേ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഫോണും സംഭവം ക്യാമറ ഒക്കെ ഒഴിവാക്കി, നമ്മളുടെ സെയിം റൂമിലുള്ള ഒരാൾക്കല്ലേ നമ്മളിങ്ങനെ നോക്കാൻ പറ്റുള്ളൂ.
അപ്പം നമ്മൾ ഐ ഡോണ്ട് നോ വേർ ഐ വാസ് ഗോയിങ് വിത്ത് ദാറ്റ് എക്സാമ്പിൾ. അപ്പം അതുപോലെ നമ്മൾ ഈ വൈഫൈയിലേക്ക്, പബ്ലിക് വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ആർക്കെല്ലാം ആ വൈഫൈയിൽ കണക്ട് ചെയ്താൽ നമുക്കറിയില്ല. അതിനകത്ത് ചിലപ്പം നല്ല നീയത്തുള്ള ആളുകളും മോശം നീയത്തുള്ള ആളുകളും എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇതേ ആൾ നിങ്ങളെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങളെ വീട്ടിലെ വൈഫൈ എന്തായി, അത് ഇൻസെക്യൂറായി. ഓക്കെ, ഒന്നുമില്ല, അതിൽ ഒരുപാട് കൂടുതൽ ആളുകൾ അത് കണക്ട് ചെയ്ത് അത് ആർക്കും നിങ്ങളെ സ്കാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അത് അൺസേഫ് ആക്കുന്നത് ഒരു കാരണം. ഓക്കെ, അപ്പം ഈ എൻമാപ്പ് അതെങ്ങനെ ഈ സ്കാനിങ് ഒക്കെ നടക്കുന്നത്? എൻമാപ്പ് വഴിയാണ്. ഓക്കെ, വാട്ട് എൻമാപ്പ്? എൻമാപ്പ് അത് പറയുന്നതിന് മുമ്പ്, എൻമാപ്പ് എന്ന് പറയുന്ന ഒരു ടൂളാട്ടോ. കാലി ലിനക്സിൽ എൻമാപ്പ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഓക്കെ, നെറ്റ്വർക്കുകൾ സ്കാൻ ചെയ്യാനുള്ള ഒരു ടൂളാണ്. എന്ത് ഈ നെറ്റ്വർക്ക് സ്കാനിങ്, ഇതൊക്കെ എന്താണ്? ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഈ ഒറ്റ മിനിറ്റ്, എനിക്കൊരു കോൾ വരുന്നു, ഒറ്റ മിനിറ്റ്. ഓക്കെ, സോറി. അപ്പം നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കട്ടെ. എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? പറയൂ. ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എൻമാപ്പ്. അത് നിഹാൽ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. കലമ്പണ, എല്ലാവരും നിങ്ങളെല്ലാം കലമ്പണ. എന്നിട്ട് ഞാൻ എക്സാക്ട്ലി പറയുന്നത്. ഓക്കെ, എനിവേസ് ഐ ഗെറ്റ് ബാക്ക്. ഓക്കെ, അപ്പോൾ ഇതെന്ത്, ഞാൻ എന്തൊക്കെയാ വരച്ചു വെച്ചേ? അപ്പം ഈ കള്ളനില്ലേ, ഇത് ബാഡ് ഗൈ ആണേ, ഇത് ബാഡ് ഗൈ. അപ്പം ഈ കള്ളന് ഈ വീടിന് ഇങ്ങനെ ഏതെല്ലാം ഡോറും ഇങ്ങനെ ഇങ്ങനെ മതിൽ മേലെ എന്നോട് ഇങ്ങനെ എന്തി നോക്കിയാലും അപ്പുറത്തെ പറമ്പിലെ തെങ്ങുമ്മ കയറി ഇങ്ങനെ വീട്ടിൽ ഏതൊക്കെ ഡോറാണ്, ഏതൊക്കെ ജനലാണ് പൊളിക്കാൻ പറ്റിയതെന്നൊക്കെ ഒബ്സർവ് ചെയ്യുന്നതില്ലേ, അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് എൻമാപ്പ്. ഓക്കെ, അപ്പം ഇവനെയാണ് നമ്മൾ എൻമാപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ഷുക്കൂറിനെയാണ് നമ്മൾ എൻമാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം എൻമാപ്പ്. ഓക്കെ, അപ്പോൾ എൻമാപ്പ് എന്താ ചെയ്യാൻ നോക്കാം. പിക്ക് എ ടാർഗറ്റ്, ദ ഐപി അഡ്രസ് ഓഫ് ദ മെഷീൻ യു വാണ്ട് ടു ലേൺ അബൌട്ട്. അതായത് കള്ളൻ എന്ത് ചെയ്യും? ഫസ്റ്റ് ഞാൻ നിങ്ങൾ ആരെ കക്കാൻ, ഐ എം നോട്ട് എൻഡോഴ്സിങ് കക്കൽ. ഓക്കെ, ജസ്റ്റ് ഗിവ് ആൻ അനാലജി. ഫസ്റ്റ് ഏത് വീടാണ് കക്കേണ്ടതെന്ന് കള്ളൻ തീരുമാനിക്കും. ഓക്കെ, റേഞ്ച് ബൈ ഡിഫോൾട്ട് 1000 മോസ്റ്റ് കോമൺലി യൂസ്ഡ്. അതായത് 6535 ഡോറ് ജനലുകളും ഈ വീടിന് ഉണ്ട് എന്ന് വെച്ചോ. കള്ളൻ ഇതെല്ലാം കൂടി നോക്കുവോ? കള്ളൻ എന്ത് ചെയ്യും? പൊതുവേ പൊട്ടിക്കാൻ പറ്റിയ എവിടെയൊക്കെയാണ് എന്നുള്ള, ഇപ്പൊ വീടിന്റെ ഉദാഹരണത്തിന്, വീടിന്റെ ടെറസിന്റെ വീട്, അല്ലെങ്കിൽ വീട് ഇപ്പൊ ഒരു 10 അടി വലുപ്പമുള്ളൊരു വീടാന്ന് വെച്ചോ. അപ്പം 10ാമത്തെ അടിയിൽ ബാത്റൂമിന്റെ എയർ വെന്റിലൂടെ പൊട്ടിച്ച് കിടക്കാൻ പറ്റുമോ? ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കാണ്. Where's everyone else? Give me an answer. ബ്രദർ നിഹാൽ മാത്രം അല്ല, പറ്റൂല. കാരണം അത് ഭയങ്കര സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ അത് പോസിബിൾ അല്ല. അപ്പം പൊതുവേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റേഞ്ച് ഏതൊക്കെയാണ് നമുക്ക് കോമൺലി യൂസ്ഡ്. ഓക്കെ, ഇവിടെ നമ്മൾ 1000 ഡോർസ് ആൻഡ് ജനലുകൾ സെലക്ട് ചെയ്യും. ക്രാഫ്റ്റ് എ പാക്കറ്റ് ഫോർ ഈച്ച് സ്റ്റാൻഡേർഡ് TCP സ്കാൻ ആൻഡ് മാപ്പ് സെൻസ് എ SYN പാക്കറ്റ്, ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എ TCP ഹാൻഡ് ഷേക്ക്. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണെങ്കിൽ, ഈ കള്ളൻ എന്ത് ചെയ്യും? ലെറ്റ്സ് സേ ഈ കള്ളൻ കുഞ്ഞി കല്ലുകൾ, അല്ല വേണം, കള്ളന് പോയിട്ട് എല്ലാ ഡോറിലും, ലെറ്റ്സ് സേ ഇപ്പം 1000 ഒന്നും വേണ്ട, നമുക്കൊരു 5 എണ്ണത്തിലേക്ക് ചുരുക്കാം. ഈ കള്ളൻ പോയിട്ട് എല്ലാ ഡോറിലും ഒന്ന് മുട്ടി വെച്ച് ഒളിക്കും. മുട്ടി നോക്കിയിട്ട്, അല്ലെ ജനല് മുട്ടി നോക്കിയിട്ട് പോയി ഒളിക്കും. അതായത് തുറക്കുന്നുണ്ടോ, തുറക്കാൻ സാധ്യത ഉണ്ടോ, അല്ലെ ഓൾറെഡി തുറന്നിട്ടാണോ എന്നൊക്കെ കള്ളൻ എന്ത് ചെയ്യും? ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ഫസ്റ്റ്. ആ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് SYN പാക്കറ്റ് അയക്കാന്ന് പറയാം. ഓക്കെ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അത് കിട്ടിയാലോ, അവർ തുറന്നിട്ടുണ്ടെങ്കിലോ എന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു ഡോറുണ്ട്. അപ്പോൾ കള്ളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ
ഇങ്ങനെ തുറന്നു നോക്കുന്നു. അത് അങ്ങ് ഉന്തി തുറക്കാൻ പറ്റിയാലോ, അൺലോക്ക് ചെയ്തിട്ടാണെങ്കിലോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ സിൻ പാക്കറ്റ് അയക്കും. ഓക്കെ, എന്നിട്ട് ആ സിൻ പാക്കറ്റ് അയച്ചിട്ട് എന്ത് ചെയ്യും, കള്ളൻ അല്ലെങ്കിൽ മുട്ടിയിട്ട് കള്ളൻ ഇങ്ങനെ ബുഷിന്റെ ബാക്കിൽ പോയി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, പോയോ? ഓക്കെ, അപ്പം ഈ കള്ളൻ എന്താണ്, കള്ളന് പോയിട്ട് ഒളിച്ചു, ഇവർ തുറക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഡോറ് ഡോറ് തുറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. ഓക്കെ, അതാണ് ലിസൺ ടു വാട്ട് കംസ് ബാക്ക്, റെക്കോർഡ് ദ റിസൾട്ട്. ഓക്കെ, അത് ഓപ്പൺ ആണോ അല്ലെ ഡോറ് തുറക്കുന്നില്ലേ, ഇനി അതല്ല തുറക്കുന്നുണ്ടേ തന്നെ മറ്റേ നേരത്തെ പറഞ്ഞ ഈ പോലീസുകാർ ഇങ്ങനെ വന്നിട്ട് ഇതാരാ മുട്ടിയത് എന്ന് അങ്ങനെയാണോ ഒക്കെ ആര് ചെക്ക് ചെയ്യും, കള്ളൻ ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ ഡോറിനും കള്ളൻ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അനാലജി പറഞ്ഞിട്ട് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ. അതായത് നമ്മളല്ല, ഒരു കള്ളൻ ഒരു വീട്ടിൽ കക്കാൻ പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളില്ല, ഫസ്റ്റ് ഏത് വീടാണ് കക്കേണ്ടതെന്ന് തീരുമാനിക്കും. ഓക്കെ, മനസ്സിലാവുന്നില്ല? ഇല്ല എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നില്ല എന്നാണോ, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കാരണം നമ്മൾ ചിലപ്പം ഈ പൊതുവേ ഈ ആൾക്കാർ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇല്ല, ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം കുറച്ച് തിയറി ഉണ്ട്, നമ്മളെങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിലേക്ക് കടക്കുന്നത്, ഈ നെറ്റ്വർക്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നൗ യു നോ മോർ ദാൻ ദി ആവറേജ് പേഴ്സൺ. ഓക്കെ, ഒരു സാധാരണ ഇപ്പം ഹാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഹാക്കിംഗ് ഓന് അങ്ങനെ ആയിരിക്കും നമ്മളെ പാസ്വേഡ്. ഇത് മാജിക് ഒന്നുമില്ല, ഇവർക്ക് സിഹിറൊന്നും ചെയ്യുന്നല്ലോ ഈ ഹാക്കേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. മേ ബി ഹാക്കേഴ്സ് വോട്ട് സിഹിർ ആയിരുന്നു, പക്ഷേ പൊതുവേ ഇവർ ചെയ്യുന്നത്, ഇവരെന്താ ആബ്രക്കഡാബ്ര ചെയ്യുന്നൊന്നല്ലല്ലോ, ഇവരെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ്, വിൽ പിക്ക് ആ ടാർഗറ്റ്, അങ്ങനെ എന്നിട്ട് ഏതൊക്കെ പോർട്ടുകളാണ് നമ്മൾ ഡിഫൈൻ ചെയ്യും, എന്നിട്ട് ഓരോ പോർട്ടിലേക്കും അയക്കേണ്ട അല്ലെങ്കിൽ പോയി മുട്ടും നമ്മൾ. ആ മുട്ടുന്നതിന് നമ്മൾ സിൻ പാക്കറ്റ് എന്ന് പറയാം. ഓക്കെ, TCP ഹാൻഡ് ഷേക്ക്, നമ്മൾ പേരിനെ നേരത്തെ പറഞ്ഞ TCP പ്രോട്ടോക്കോൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഒരു സിൻ പാക്കറ്റ് അങ്ങോട്ട് അയക്കുക. ഓക്കെ, എന്താണ് സിൻ പാക്കറ്റൊക്കെ നമ്മൾ വയർ ഷാക്കിലൂടെ നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ അവർ തുറക്കുന്നുണ്ടോ അല്ലെങ്കിൽ തുറക്കുന്നില്ലേ അതൊക്കെ ഇവർ ശ്രദ്ധിക്കും. പിന്നെ അതെല്ലാം റെക്കോർഡ് ചെയ്യും, ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പോൾ നമുക്ക് അവസാനം എന്ത് മനസ്സിലാവും, ഏതൊക്കെയാണ് ഓപ്പൺ പോർട്സ്, ഏതൊക്കെയാണ് സീനായിട്ടുള്ള പോർട്സ് എന്ന് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഹാക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള പോർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ലേറ്റ് നൈറ്റ് ക്ലിപ്പ് ബോർഡ് നോക്ക്. ഇമാജിൻ യു ആർ ബിൽഡിംഗ് ഇൻസ്പെക്ടർ, ഇറ്റ്സ് ക്ലിപ്പ് ബോർഡ് ഇൻ ഹാൻഡ്. ഓക്കെ, നമ്മളുടെ കയ്യിലൊരു ബോർഡ് ഉണ്ട്. യുവർ ജോബ്, വാക്ക് ഡൗൺ എ ഹോട്ടൽ കോറിഡോർ 65,535 rooms and find out which ones are occupied. Room 80, you know. അപ്പം നമ്മൾ ഒരു ഇൻസ്പെക്ടറാണ്, നമ്മളൊരു 65,000 റൂമുകളുള്ള ഒരു ഹോട്ടലാണുള്ളത്. നമ്മളുടെ പണി എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെ റൂമിൽ ആളുണ്ടെന്ന് കണ്ടുപിടിക്കാം. 80ാമത്തെ റൂമിലെത്തി മുട്ടി, പെട്ടെന്ന് തുറന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഹേയ്, ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കേണ്ടത്? അപ്പോൾ ഇൻസ്പെക്ടർ, ഓക്കെ, ഈ റൂം പെട്ടെന്ന് തുറക്കും, ഓപ്പൺ. റൂം 8888 നിങ്ങൾ മുട്ടി. ഓക്കെ, ഡോറ് തുറക്കുന്നു, പക്ഷേ റൂം കാലിയാണ്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ അവിടെ തന്നെ എഴുതിയിട്ട് ആരും ഇല്ല വീട്ടിൽ. അപ്പം നിങ്ങൾ ഓക്കെ, ഇത് ക്ലോസ്ഡ് ആണ്, ഈ സർവീസ് ആരും ഉപയോഗിക്കുന്നില്ല, ഈ പോർട്ട് ആരും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, റൂം 4 നിങ്ങൾ മുട്ടും, ഒന്നുമില്ല, ആരും തുറക്കൂല, നത്തിങ്. പിന്നെ മുട്ടും, നോ റെസ്പോൺസ്. നിങ്ങൾക്ക് അറിഞ്ഞൂടാ ഇനിയിപ്പോൾ എന്നെ ഉള്ളിൽ ആളുണ്ടോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് തുറക്കാത്തതോ. അപ്പം നമ്മൾ ഇതും ഓക്കെ, ഇത് ഫിൽറ്റേർഡ് ആണ്. ഓക്കെ, അപ്പം 3 പോസിബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ, ലെറ്റ് മീ ക്ലോസ് ദിസ്. ഓക്കെ, ബ്രദർ ഫഹീം, ഒരു പോസിബിലിറ്റി പറ. 3 പോസിബിലിറ്റി ആണ് ഉള്ളത് എൻമാപ്പ് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ. വാട്ട്സ് വൺ? നമ്മളൊരു ഡോറ് പോയിട്ട് ഒരു പോർട്ട് പോയിട്ട് മുട്ടി. ഓക്കെ, പോർട്ട് പോയിട്ട് മുട്ടിയാൽ 3 പോസിബിലിറ്റിയാണ് നമുക്ക് കിട്ടുക. ഓക്കെ ഓക്കെ, ഒന്ന് ഞാൻ പറയാം. ഒന്നിക്കില്ല അത് ഓപ്പൺ ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ക്ലോസ്ഡ്. ഓക്കെ, ഗുഡ്. ബ്രദർ ഫൈം കണ്ണു, ബ്രദർ നിഹാൽ പറയുന്നത്. ഓക്കെ, സിസ്റ്റർ റിൻഷ, ഓപ്പൺ ക്ലോസ്ഡ്. മൂന്നാമത്തെ പോസിബിലിറ്റി എന്താ? ഇഗ്നോർഡ്. ഇഗ്നോർഡ് എന്നാൽ ഇഗ്നോർ നമ്മൾ ഉപയോഗിക്കുന്ന ഗുഡ് ആൻസർ ബൈ ദ വേ. അതിന് ഫിൽറ്റേർഡ് എന്നാണ് പറയാം. ഓക്കെ, നമ്മൾ ഫിൽറ്റേർഡ് എന്നാണ് പറയാം. ഓക്കെ, 3 പോർട്ട് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇതാണ്. ഓക്കെ, ഈ SSH എന്താണോ ഇതാണ് ഹാക്കിങ്ങിൽ ഈ സാധനമാണ് നമ്മൾ എങ്ങനെ പറയാം നിങ്ങൾക്ക്, ഇതിപ്പോൾ എങ്ങനെ പറയാം. ഓക്കെ,
ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കൊരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് സ്പൈ ചെയ്യാം. ഓക്കെ, അപ്പം ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് നിങ്ങളൊരു ഒരു എന്താണ് ഒരു 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 എന്താ പറയുക, ഇത്ര ഉള്ളൊരു ഡ്രോൺ അയക്കുകയാണ്, കുഞ്ഞ് ഡ്രോൺ അയക്കുകയാണ്. ഓക്കെ, സ്മോൾ ഡ്രോൺ ആൻഡ് യു ആർ ഗോയിങ് ടു ഓപ്സ്. അപ്പം പക്ഷേ നിങ്ങൾ ഈ ഡ്രോൺ കൺട്രോൾ ചെയ്യുന്ന എവിടുന്നാണ്? അല്ല, ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നതല്ല. വാക്യൂം റോബോട്ട് എക്സാമ്പിൾ വിൽ വർക്ക്. ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ എന്തെങ്കിലും എക്സാമ്പിൾ എടുത്താൽ ഓക്കെ. Think of SSH as a magic walkie-talkie. Before any conversation begins, the two walkie-talkies agree on a secret scramble code for okay, നിങ്ങൾക്ക് മനസ്സിലാവണം. വാക്യൂം റോബോട്ട് എക്സാമ്പിൾ ഇതിനെ ഓക്കെ, ഈ സംഭവം ഞാൻ എക്സാമ്പിൾ ആയിട്ടല്ല, നേരിട്ട് തന്നെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ടീം വ്യൂവർ ആരും കേട്ടിനോ? ടീം വ്യൂവർ അല്ല. നിങ്ങൾക്കിപ്പം ഞാൻ ഇന്നലത്തെ സെഷൻ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിനോ? എൻ്റെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലേനോ? ഞാൻ സിസ്കോ നെറ്റ്വർക്ക് പാക്കറ്റ് ട്രേസർ ആരോടോ, എനിക്ക് തോന്നുന്നു ഫഹീമിനോടേനോ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ, എൻ്റെ ലാപ്ടോപ്പ് നമ്മൾ ഇതിനകത്ത് ആക്സസ് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങൾ ചെയ്യും. അപ്പം കൺട്രോൾ ചെയ്യുന്ന ആരാ? ബ്രദർ ഫഹീമാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ആരുടെ പി സി ആണ് കൺട്രോൾ ചെയ്യുന്നത്? ബ്രദർ ഫഹീം അവിടുന്ന് ചെയ്യുന്ന, അവരുടെ വീട്ടിൽ നിന്ന്, ഇപ്പോൾ UAE ഇരുന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? ഐ എം അസ്യൂമിങ് ബ്രദർ ഫഹീം ഇസ് ഇൻ UAE ഇഫ് ഐ എം നോട്ട് റോങ്. എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്? എൻ്റെ പി സിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് SSH എന്ന് വെച്ചാൽ നമുക്ക് ഈ SSH ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേറെ കമ്പ്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ എളുപ്പമാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം യൂസർ അറ്റ് അവരുടെ IP അഡ്രസ്സ് കൊടുക്കും. ഉദാഹരണത്തിന് എൻ്റെ പി സിയിൽ ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. സിമ്പിളാക്കി ഞാൻ എക്സാക്ട്ലി പറയില്ല, പക്ഷേ എളുപ്പത്തിന് പറയാം. അപ്പോൾ അമൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എൻ്റെ കമ്പ്യൂട്ടറിൽ അമൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന യൂസറിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ അമൻ അറ്റ് എൻ്റെ IP അഡ്രസ്സ് കൊടുത്താൽ SSHൽ എന്ത് ചെയ്യും? എനിക്ക് ഈ ഹാക്കറിന് കൺട്രോൾ കിട്ടും. പിന്നെ ആ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ പോയിട്ട് എൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു ഡയറക്ടറി ഡിലീറ്റ് ചെയ്താൽ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അത് ഡിലീറ്റ് ആവും. അവൻ അവിടെ പോയിട്ട് എൻ്റെ ഒരു ഇമേജ് കയറ്റിയാൽ അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ അത് എൻ്റെ ഡെസ്ക്ടോപ്പിൽ അത് വരും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങൾ ഈ ചില ഇതൊക്കെ കണ്ടിനോ? ഈ ഹാക്ടിവിസ്റ്റുകൾ എന്ന് വേർഡ് കേട്ടിനോ അല്ലെങ്കിൽ? ഹാക്ടിവിസ്റ്റ് ബ്രദർ നിഹാൽ, വാട്ട്സ് ഹാക്ടിവിസ്റ്റ്? യു സെഡ് യെസ്. എന്താണ് ഹാക്ടിവിസ്റ്റ്? എന്താ? ഹൂസ് എൻ ഹാക്ടിവിസ്റ്റ്? യുനോ ഹാക്ടിവിസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ടൈപ്പ് ചെയ്യായിരിക്കും അല്ലേ? ഹാക്ടിവിസ്റ്റ് എന്ന് വെച്ചാൽ ആക്ടിവിസം ചെയ്യുന്നത് ഹാക്കിംഗ് ഫോർ പൊളിറ്റിക്കൽ ഗോൾ. യെസ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഹാക്കേഴ്സ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇസ്രായേലി ചാനൽ ഫലസ്തീനിയൻ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തിട്ട് അവരുടെ ചാനൽ ഇങ്ങനെ അവർ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും? ഫലസ്തീൻ്റെ കൊടി വരും, അല്ലെങ്കിൽ അവരുടെ ചാനൽ ഹാക്ക് ചെയ്യും, അല്ലെങ്കിൽ യു ഹാവ് ബീൻ ഹാക്ഡ് എന്ന് കാണിക്കും. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നത്? ഇവരുടെ മീഡിയ റൂമിൽ നിന്ന് അവർ സംരക്ഷണം ചെയ്യുന്നത് ഒരാൾ ഹൈജാക്ക് ചെയ്യാണ്. ഈ ഹൈജാക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? SSH ഉപയോഗിച്ചിട്ടാണ്. അവിടെ ഇരുന്നിട്ട് നമ്മളുടെ ഒരു കമാൻഡ് ലൈനിൽ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതാണ്. ഓക്കെ, നമ്മളിവിടെ അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വേറെ ആളുടെ എന്ത് ചെയ്യും? പി സിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. Okay, അതാണ് SSH. Okay, so SSH, let's read the definition. SSH lets you control a computer's command line for somewhere else over a fully encrypted connection. Instead of physically sitting at a server's keyboard, an admin opens a terminal on their laptop, types a command, and the command runs on a machine that might be in a data center across the world. Everything, including the login credential, is encrypted end-to-end. അത് എൻക്രിപ്ഷൻ എന്ന സംഭവം നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അതായത് നേരിട്ട് വന്ന് ഒരാളുടെ കമ്പ്യൂട്ടറിൽ പോയിട്ട് കമ്പ്യൂട്ടർ തുറന്ന് അവൻ്റെ ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം അവൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ലോകത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരാൾക്ക് കണക്ട് ചെയ്തിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. SSHൻ്റെ SSH പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് നിങ്ങളെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു റൂം പറഞ്ഞില്ല, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാർപ്പൻറ്ററിന് ഒരു റൂം, വെൽഡറിന് ഒരു റൂം, ഓരോ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഓരോ ആൾ. ഈ SSHൻ്റെ പണി എടുക്കുന്ന ആൾ താമസിക്കുന്ന റൂമാണ് റൂം നമ്പർ 22, പോർട്ട് നമ്പർ 22. ഓക്കെ, അതും ഓക്കെയാണോ? ഞാൻ ഈ പറഞ്ഞ SSH എന്താ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടുമോ? ഇൻഡെപ്ത് ഐഡിയ ഒന്നും വേണ്ട, കാരണം നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കോളും. ഇത് ചെയ്യുമ്പം നിങ്ങൾക്ക് പക്ഷേ ഇത് എന്തിനാന്നും കൂടി അറിയാണ്ടായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്
Can I get a yes if you do understood? If you do not understand, you can say no, or you can say repeat. It's totally fine. I got Sister Zanna, Brother Nihal, Sister Rensha. 3. Who else? നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞോ, അത് കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന കോൺസെപ്റ്റുകളല്ല. കാരണം നമുക്ക് ഭയങ്കര ഓവർവെൽമിംഗ് ആയി തോന്നിയാൽ കുഴപ്പമില്ല. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബ്രദർ ഫഹീം, ബ്രദർ അയാൻ, ക്യാൻ യു ഐ ക്യാൻ റിപ്പീറ്റ്? യെസ്. അതായത് SSH എന്ന് വെച്ചാൽ ഈ SSH ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹാക്ക് ചെയ്യുക. അതായത് SSH എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു എങ്ങനെ അത് പറയാം, തിങ്ക്. ഓക്കെ, നമ്മളൊരു കമ്പ്യൂട്ടറിന് നമ്മളുടെ കമ്പ്യൂട്ടറിൽ SSH എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. ഓക്കെ, ഈ SSH സർവീസിൽ നമ്മൾ പറയും, ഓക്കെ SSH സർവീസ്, നിങ്ങൾ ഈ IP അഡ്രസ്സിലുള്ള ഈ യൂസറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ പോയി കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ SSH എന്ത് ചെയ്യും, അയാളുടെ ഇതിൽ പോയിട്ട് കണക്ട് ചെയ്യും. അയാൾ കണക്ട് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, നമുക്ക് ലെറ്റ്സ് സേ നമുക്ക് അയാളുടെ പാസ്വേഡ് അറിയാം. ഓക്കെ, അയാളുടെ പാസ്വേഡ് അറിയെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ട് ഞാൻ കമാൻഡ് ചെയ്യാണ്, ഞാൻ കൊടുക്കുകയാണ് ഡിലീറ്റ് അവൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡിലീറ്റ് അവൻ്റെ അസൈൻമെൻറ്റ്സ്, അല്ലെങ്കിൽ ഡിലീറ്റ് അവൻ്റെ കോൺഫിഡൻഷ്യൽ ഡേറ്റ. ഓക്കെ, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വേറൊരാളുടെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്ന എന്താണ് ആ ഒരു ടെർമിനൽ അല്ലെങ്കിൽ ആ ഒരു സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, SSH എന്ന് പറയുന്നത്, സെക്യൂർ ഷെൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? കൂടുതൽ മനസ്സിലായാലും കുഴപ്പമില്ല. കാരണം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ, നമ്മൾ ഹാക്ക് ചെയ്യുമ്പോൾ, നമ്മൾ വിൻഡോസ് മെഷീനിലേക്ക് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് SSH ആണ്. SSH എന്ന് പറയുന്ന ഒരു SSH എന്ന കാലി ലിനക്സിൽ നമ്മൾ ടെർമിനലൊക്കെ തുറന്നില്ല, അതുപോലെ തന്നെ ഇരിക്കും ഈ സാധനം. ഓക്കെ, ഞങ്ങൾക്ക് കാണിച്ചു തരാമാണെങ്കിൽ SSH എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? പോർട്ട് പാർട്ടാണോ മനസ്സിലാവുന്നത്? ഓക്കെ, SSH ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പോർട്ടിലേക്ക് പോകാം. SSH കണ്ടോ, SSH എന്ന കമാൻഡിൻ്റെ പേരാണ് SSH ബ്രയാൻ യൂസർ നെയിം. അവൻ ഏത് IP അഡ്രസ്സിലാണ് കണക്ട് ചെയ്തത്. ഓക്കെ, അത് കൊടുത്താൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ കാണുന്നതൊന്നും നമ്മളുടെ കമ്പ്യൂട്ടറിലല്ല, ഇതെല്ലാം ബ്രയൻ്റെ കമ്പ്യൂട്ടർ. നമ്മൾ LS എന്ന് അടിച്ചാൽ നമ്മൾ ബ്രയൻ്റെ ഡെസ്ക്ടോപ്പിലുള്ള കാര്യങ്ങളാണ് കാണുക. നമ്മൾ ബ്രയൻ്റെ ഡെസ്ക്ടോപ്പുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ SSH ബ്രയൻ അറ്റ്, എന്നിട്ട് ബ്രയൻ്റെ പാസ്വേഡ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി പാസ്വേഡ് അറിയില്ലെങ്കിലോ നമുക്ക് വേറെ വഴികളുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇത് സ്റ്റോപ്പ് ഷെയർ. ഓക്കെ, പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പോർട്ട് പാർട്ട് എനിക്കും കൺഫ്യൂസിങ് ആയിരുന്നു. ഓക്കെ, പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഇതൊരു വീടായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചോ. ആ വീട്ടിൽ വ്യത്യസ്ത റൂമുണ്ട്. ആ വ്യത്യസ്ത റൂമിലുള്ള ഓരോ ആളുകൾക്കും ഓരോ പണിയാണ്. ഓക്കെ, അപ്പം ആ പണിയെടുക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ PC-ൻ്റെ സ്പെസിഫിക് ആയി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് പോയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഗൂഗിളിൽ യൂട്യൂബ് നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്തു. ഓക്കെ, ഇത് നിങ്ങളെ ഫോണ് വിട്ട് ഗൂഗിളിൻ്റെ സെർവറിൽ പോയി അവിടുന്ന് അവർ തിരിച്ച് റെസ്പോൺസ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തി. പക്ഷെ നിങ്ങളുടെ ഫോണിന് ഈ സാധനം കിട്ടി, ഓക്കെ റെസ്പോൺസ് കിട്ടി. ഇനി ഇത് ഏത് ആപ്പിന് കൊടുക്കണം? ഞാനിനി കൊടുക്കേണ്ടത്, ഓക്കെ ഞാൻ ഈ റെസ്പോൺസ് കൊടുക്കേണ്ടത് ഇനി റെഡ് ബസ്സിനാണോ, അല്ലെങ്കിൽ ഇനി സൊമാറ്റോക്കാണോ, അല്ലെങ്കിൽ ഗൂഗിളിനാണോ, യൂട്യൂബിനാണോ എന്ന് എന്നെങ്ങനെ മനസ്സിലാവുക? അപ്പോൾ നിങ്ങൾ ഇതെല്ലാം സംഭവിച്ചു. ഞാൻ ഉദാഹരണം പറയണേ. അപ്പം വ്യത്യസ്ത ആപ്പുകൾക്ക് വ്യത്യസ്ത പോർട്ടുകളാണെന്ന് സങ്കല്പിച്ചോ. അപ്പം ഈ ഫോണിന് കിട്ടിയ സാധനം അതിൻ്റെ ആവശ്യക്കാർക്ക് മാത്രം എത്തിച്ചു കൊടുക്കുന്നതാണ്. അതിനാണ് നമ്മൾ പോർട്ട് എന്ന് പറയുക. ഓരോ സർവീസസ് ഓരോ പോർട്ടാണ്. ഇഫ് യു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് ടോട്ടലി ഫൈൻ. നമ്മളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. തിയറി നമ്മൾ എത്ര പറഞ്ഞാലും, ഞാൻ തായ്ബിനോട് ചോദിച്ചു, ഒരിക്കലും മണക്കാത്ത ഒരാളോട് മണം നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം അതുപോലെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ഫുൾ തിയറി നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സാധനങ്ങൾ കേട്ടെങ്കിലും പരിചയം വേണം എന്നുള്ളതിലാണ് പറഞ്ഞത്. ഓക്കെ, വിൽ ഗോ ക്വിക്ക്.
ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് വെച്ചാൽ നമ്മൾ നേരെ പറഞ്ഞു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് അഗൈൻസ്റ്റ് ലൈവ് സർവീസ് ഇസ് കൺസെപ്ഷനലി സിമ്പിൾ. എ സ്ക്രിപ്റ്റ് റിപ്പീറ്റഡ്ലി ട്രൈസ് ടു ലോഗിൻ cycling through username and password combination until one works. The actor isn't expecting a code vulnerability, they're expecting a human weak password choices. ഇത് മനസ്സിലായി എന്താ സംഭവം എന്ന്? So only password is enough for the access in SSH as of now. മനസ്സിലാക്കുക. യെസ് അത് മതിയാവും. അതായത് നമുക്ക് വേറെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്യാൻ അത് മതിയാകും. അറ്റ്ലീസ്റ്റ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന എക്സസൈസിനൊക്കെ അത് മതിയാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ സൈബർ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒരുപാട് മുന്നിലേക്ക് പോയി. ഓക്കെ, അപ്പം അതിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഈ ബേസ് ബിൽഡ് ചെയ്തതിലാണ് നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പം ഇത് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഈ ഞാൻ ചോദിക്കട്ടെ, ഇതൊരു സേഫ് പ്രാക്ടീസ് ആണോ അല്ലോ എന്ന് പറയണം. ബ്രദർ നിഹാൽ ഡോൺ ആൻസർ, ബ്രദർ ഫഹീം ഡോൺ ആൻസർ, കാരണം നിങ്ങൾ ഓൾറെഡി ആൻസർ ചെയ്യുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്ക്. let's say is this password? എൻ്റെ പൂച്ചേൻ്റെ പേര് അലേന എന്ന് വെച്ചോ. സോ about pot. So it's somehow same as switch, like gives what's needed. No. സ്വിച്ച് അല്ല പോർട്ട് എന്ന് പറയുന്നത് സ്വിച്ചിനെ പോലെയല്ല. അത് വേറെ കാര്യമാണ്. പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഡിവൈസിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ റൂമിലുള്ള ആളുകളെയാണ് ഏൽപ്പിച്ചത്. വാട്ട്, പോർട്ട് കൺഫ്യൂസിങ് ആണെന്നറിയാം, നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, കാരണം പോർട്ട് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല, എനിക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമില്ല. എന്താണ് ഈ പോർട്ട് എന്നുള്ളത്? വിൽ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ അടുത്ത സെഷനിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, വി വർ സെയിങ്. ഞാൻ ഇങ്ങോട്ടെ, എൻ്റെ പൂച്ചേൻ്റെ പേര് എലേന എന്ന് വെച്ചോ. കൺസിഡർ സ്കൂൾ സ്റ്റാഫ് റൂം ഇസ് വൺ പോർട്ട്, ലൈബ്രറി ഇസ് അനദർ പോർട്ട്, ഈച്ച് പോർട്ട് ഹാസ് ഈച്ച് സർവീസ്. ജസാക്കല്ലാഹു ഖൈർ ബ്രദർ നിഹാൽ. ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ് ആൻസർ. ഓക്കെ, കമ്മിങ് ബാക്ക്. ഈ എൻ്റെ പൂച്ചേൻ്റെ പേര് എലേന എന്ന് വെച്ചോ. ഐ ലവ് എലേന എന്ന് പറയുന്ന പാസ്വേഡ് സേഫ് ആണോ? ബാഡ് വൺ. എന്തുകൊണ്ടാണ് സേഫ് അല്ലാത്തത്? കാരണം അതൊരു വീക്ക് പാസ്വേഡാണ്. അത് ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ആളുകൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരാൾ വെക്കാം, അവൻ്റെ പൂച്ചേൻ്റെ അലേന, അവൻ്റെ ഭാര്യേൻ്റെ പേര് ഫാത്തിമ, അവൻ്റെ ഉപ്പാൻ്റെ പേര് മുഹമ്മദ്, ഉമ്മാൻ്റെ പേര് സാറ. അപ്പോൾ ഐ ലവ് ഫാത്തിമ, ഐ ലവ് സാറ, ഐ ലവ്, ഇങ്ങനെ എല്ലാ ഐ ലവ് പോസിബിലിറ്റിയും ട്രൈ ചെയ്യും. ഓക്കെ, കാരണം ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിലോ അതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. നമ്മളെല്ലാ പോസിബിലിറ്റിയും നമുക്ക് തിങ്ക് ദാറ്റ് വി ക്യാൻ തിങ്ക് ഓൾ പോസിബിലിറ്റീസ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയിട്ട് ആ ഡിക്ഷണറി എന്നും പറഞ്ഞ് ട്രൈ ചെയ്യും പാസ്വേഡായിട്ട്. ഓക്കെ, the analogy. Okay, imagine an attacker standing at the front of office building. There's a keyhole. They've got a ring with 14 million keys. Every key that has been cut from every standard key blank. A human trying keys one by one would take lifetimes, but this attacker has a machine, a key testing robot that tries 10,000 keys per minute. If the correct key is on the ring, the robot finds it. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാണ്. നിങ്ങളടുത്തൊരു കൊല കീ ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഒരു കമ്പനി ഉണ്ടാക്കുന്നത് 10 കീ അല്ല 1000 കീ കോമ്പിനേഷൻ ആണെന്ന് വെച്ചോ. അപ്പം ഈ കമ്പനീൻ്റെ ഒരു ഡോർ ലോക്ക് നിങ്ങൾ കണ്ടു. അപ്പം ഈ 1000 ഏതെങ്കിലും ഒന്നും ആയിരിക്കുമല്ലോ. ഇൻഫാക്റ്റ് എൻ്റെ മലേഷ്യയിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടെ ഓരോ റൂമിന് നമ്മൾ ഇൻഡിവിജ്വൽ റൂമിൻ്റെ ലോക്ക് ഉണ്ടാവും. പക്ഷേ അവരുടെ അടുത്ത് എത്ര 4 ലോക്ക് കോമ്പിനേഷൻ എങ്ങനെയുള്ളൂ സ്റ്റുഡൻസിൻ്റെ റൂമിൽ. അപ്പം ഒന്നിക്കില്ലെങ്കിൽ അല്ലേ, പോസിബിലിറ്റി എന്താണ്? 4 ആളുകളെ കണ്ടാൽ ഇതിൻ്റെ അകത്ത് ഒരാൾ എൻ്റെയും സെയിം കീ ആണ് അവർ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ലെറ്റ്സ് 1000 പോസിബിലിറ്റി ഉണ്ട്. 1000 കീ ഞാൻ ഇൻഡിവിജ്വലി ഇട്ട് തുറന്നു നോക്കുന്നതിന് പകരം ഒരു റോബോട്ട് ഉണ്ട്. ആ റോബോട്ട് ഇങ്ങനെ 10 മിനിറ്റിൽ 1000 കീ എന്ന് പറഞ്ഞ് ട്രൈ ചെയ്യുന്നത്, അതാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ഓക്കെ, പക്ഷേ നമ്മൾ പാസ്വേഡിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ലോങ് പാസ്വേഡ് ആക്കണമെന്ന് പറയുന്നത്, കാരണം ലോങ് പാസ്വേഡ് ഈ ഒരു ROQ.TXT വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരുപാട് 14 മില്യൺ റിയൽ പാസ്വേഡ്സ് അടക്കം ആ ROQ.TXT ഉണ്ടാവും. ഓക്കെ, ആ ഐ ലവ് യു പാസ്വേഡ് 123, പിന്നെ QWERTY 123 123 123 123 4 5 6 7 8 9 ASWDF GH JKL അങ്ങനത്തെ പാസ്വേഡ്സ് ഇല്ല, കോമൺ പാസ്വേഡ്സ്. അതൊക്കെയുള്ള ഒരു 14 മില്യൺ റിയൽ പാസ്വേഡ്സ് ഉള്ള ഒരു ടെക്സ്റ്റ് ഫയലാണ്, ഒരു വേർഡ് ലിസ്റ്റാണ് ROQ. ഓക്കെ, നമ്മൾ ROQ ഉപയോഗിക്കും. എന്തിന്? നമ്മളെ വിൻഡോസിലേക്ക് ഹാക്ക് ചെയ്യാൻ നമ്മൾ ROQ ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഇനി ഒരു ഹാക്കറിന് വേണ്ട 4 കാര്യങ്ങളാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞുതരാം. ഒന്ന്, ആരെയാണ് ഹാക്ക് ചെയ്യേണ്ടത്? അയാളുടെ IP അഡ്രസ് ഒബ്വിയസ്ലി. രണ്ടാമത്തത് ടാർഗറ്റ് പോർട്ട്. ഓക്കെ, നമ്മൾ പോർട്ട് എന്താണെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വിൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, മൂന്നാമത്തത്
യൂസർ നെയിം എന്താണെന്ന് അറിയണം. കാരണം പാസ്വേഡ് പോലെ യൂസർ നെയിം അറിയണമല്ലോ. യൂസർ നെയിമും പാസ്വേഡ് ഒത്തു വന്നാലേ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ പാസ്വേഡ്, ഇപ്പോൾ യൂസർ നെയിമിന് ഒരു വേർഡ് ലിസ്റ്റ് വേണം, പാസ്വേഡിന് ഒരു വേർഡ് ലിസ്റ്റ് വേണം. യൂസർ നെയിം പൊതുവെ അഡ്മിൻ, പിന്നെന്താണ് അത് ചില വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആളില്ല, വെബ്സൈറ്റിൽ എന്തൊക്കെ കൊടുക്കണം, ആ അതിൻ്റെ അഡ്മിൻ പാനലിലേക്ക് പോകണമെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പേര് /admin എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്മിൻ പാനലിൻ്റെ ലോഗിൻ പേജിലേക്ക് പോകാൻ പറ്റും. ലോഗിൻ ചെയ്യാൻ പറ്റണേ പാസ്വേഡ് ഇത് അറിയണം. പക്ഷേ ലോഗിൻ പേജിലേക്ക് നമുക്ക് അതെല്ലാം നമുക്ക് പോകാൻ പറ്റൂല ജനറലി. പക്ഷേ ഇങ്ങനെ /admin എന്ന് കൊടുത്താൽ ചിലപ്പം ഒരു ലോഗിൻ പേജിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്സ്. These two are very different attacks. Know the distinction. Online, a live running service on the network, speed, slow, visibility. Every attempt hits the target, logs, noisy, easily detected, network access to the network. Okay. Stolen password hash, very fast, complete invisible, you never touch the hash file. ഇത് ലെറ്റ്സ് സ്കിപ്പ് ഫോർ നൗ. ഓക്കെ, ഞാൻ വാട്ട്സ് കമ്മിങ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ Nmap ഉപയോഗിക്കും, നമ്മൾ ബ്രൂട്ട് ഫോഴ്സ്. ഓക്കെ, അതിന് മുമ്പ് ഞങ്ങളോട് ചോദിക്കട്ടെ, അടുത്ത ആഴ്ചയാണോ പെരുന്നാൾ? എപ്പോഴാ? അതിൻ്റെയും നെക്സ്റ്റ് 26 or 27. 27 അപ്പം അടുത്ത ഞായർ എന്ന് പറഞ്ഞ 23. ഓക്കെ, 25. Sunday, Monday, Tuesday. Wait, 1, 2, 3, 4, 5. Which is there? Okay. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു നമ്മൾ എന്തായാലും ലീവ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് അടുത്ത ആഴ്ച വേണോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച വേണോ? There won't be classes. ഒന്നാമത് ദുൽഹജ്ജാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡേയ്സ്. നെക്സ്റ്റ് ഓക്കെ, ഞാൻ I'll finish ഈ ക്ലാസ് ഒന്ന് തീർത്തിട്ട് നമുക്ക്. ഓക്കെ, സോ അതാണ് നമ്മളെ തിയറി പാർട്ട്. ഓക്കെ, നിങ്ങൾ ആ ലീവ് അല്ല, നമുക്ക് ഡിസ്കഷൻ ഇത് ഓഫാക്കിയിട്ട് റെക്കോർഡിംഗ് ഓഫാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഡോണ്ട് ലീവ് പ്ലീസ്.